ബഹിരാകാശത്തുമുണ്ട് ഇന്ത്യയുടെ കൈ. എന്താണ് റീലൊക്കേറ്റബിൾ മാനിപ്പുലേറ്റർ? റീലൊക്കേറ്റബിൾ മാനിപ്പുലേറ്റർ അഥവാ ARM എന്ന ബഹിരാകാശ യന്ത്രക്കൈ അടുത്തിടെ ബഹിരാകാശത്ത് വിജയകരമായി പ്രവർത്തിപ്പിച്ച് അഭിമാന നേട്ടം സ്വന്തമാക്കി ISRO. ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായിരിക്കുകയാണ് ഇന്ത്യ. ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കാനും വേർപെടുത്താനുമുള്ള പരീക്ഷണത്തിനായി കഴിഞ്ഞ ജനുവരി 30-ന് ഇന്ത്യ വിക്ഷേപിച്ച PSLV C-60ന്റെ മുകൾ ഭാഗമായ ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മോഡ്യൂൾ ഒരു ഉപഗ്രഹം പോലെ ഭൂമിയെ വലം വയ്ക്കുകയാണ്. സ്പെയ്ഡെക്സ് എന്നാണ് ഈ സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത്. പോയം എന്നാണ് ഈ മോഡ്യൂളിന്റെ ചുരുക്കപ്പേര്. ഇപ്പോഴത്തെ പരീക്ഷണത്തിൽ പോയമിനുള്ളിലാണ് യന്ത്രക്കൈ പ്രവർത്തിച്ചു തുടങ്ങിയത്. ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് തന്നെ അറ്റകുറ്റപ്പണി ചെയ്യാമെന്നതാണ് ഈ സാങ്കേതിക വിദ്യ കൊണ്ടുള്ള ഗുണം. തിരുവനന്തപുരത്തുള്ള ISROയുടെ ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റാണ് ARM സാങ്കേതിക വിദ്യയുടെ നിർമ്മാണം നടത്തിയത്. മടക്കാനും തിരിക്കാനും സന്ധികളോടുകൂടിയ യന്ത്രക്കൈയാണ് ARM. ബഹിരാകാശ മാലിന്യം പിടിച്ചെടുക്കാനുള്ള ഡെബ്രി ക്യാപ്ചർ റോബോട്ടിക് മാനിപ്പുലേറ്റർ എന്ന മറ്റൊരു യന്ത്രക്കൈ കൂടിയുണ്ട്. തിരുവനന്തപുരം VSSC നിർമ്മിച്ച ഈ ഉപകരണത്തിന്റെ പരീക്ഷണവും വൈകാതെ തന്നെ നടത്തും. ബഹിരാകാശ പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ഈ മാസം 7-ന് നടത്തും. യന്ത്രക്കൈകളുടെ ദിശ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും ക്യാമറകളും ARM-ലുണ്ട്. ഭ്രമണപഥത്തിലുള്ള ബഹിരാകാശ മാലിന്യങ്ങളെ പിടിച്ചെടുക്കാനും അവയെ നിശ്ചിത സ്ഥലത്തേക്ക് വിടാനും ARM-ന് കഴിയും. ഭാവിയിൽ ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുമ്പോൾ യന്ത്രക്കൈയുടെ സഹായം നിർണായകമാകും. ഈ നേട്ടത്തിനൊപ്പം തന്നെ ബഹിരാകാശത്ത് 4 ദിവസം കൊണ്ട് പയർ വിത്തുകൾ മുളപ്പിച്ചെടുക്കാനും പോയമിലൂടെ ISROയ്ക്ക് സാധിച്ചു. ഗുരുത്വാകർഷണ ബലമില്ലാതെയാണ് ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ചെടുത്തത്. ബഹിരാകാശ ദൗത്യങ്ങളിലും ബഹിരാകാശ ഗവേഷണങ്ങളിലും ISRO ഇന്ത്യക്ക് അഭിമാന നേട്ടങ്ങളാണ് നേടിത്തരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ മാത്രം കുത്തകയായിരുന്ന ഈ മേഖലയിലെ ശക്തരാണെന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണ്. കുറഞ്ഞ പണച്ചെലവിൽ ബൃഹത് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ISROയ്ക്ക് കഴിയുന്നുണ്ട്.